ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ. ശ്രീമതി വിജയ, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, KSRTC ജീവനക്കാർ, മറ്റ് വകുപ്പുകളെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുള്ളവരെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ സ്വിഫ്റ്റ് ബസ് കിട്ടി. എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഒരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാം. നമ്മൾ വളരെ ആഗ്രഹിച്ചു, പക്ഷേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഒത്തിരി എടുക്കുന്നില്ല, അത്യാവശ്യം എടുക്കുന്നുള്ളൂ. ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായും ലാഭത്തിൽ ഓടുക എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുന്ന പരിപാടി ഇവിടെയില്ല. ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ചന്ദനക്കാമ്പാറയ്ക്ക് ഒരു ബസ്സുണ്ടായിരുന്നു. ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് വിജയിച്ചാൽ ഇക്കാര്യം നടപ്പിലാക്കാൻ കഴിയും. അദ്ദേഹം വളരെ ആത്മാർത്ഥയോടെ ശ്രമിക്കണം. നമുക്കത് തൊഴിലാളികളുടെ കാര്യത്തിൽ ആ ഒരു വിഷമം മാറ്റിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് തന്നെ എന്നോട് പറഞ്ഞു. ഞാനതിനുള്ള പരിശ്രമത്തിലാണ്. ഒരു ബസ്സും നഷ്ടത്തിലോടാനായി. ഇപ്പോൾ ഒരു പ്രദേശത്തേക്ക് പോകുന്ന ഒരു ബസ് നല്ല നിറഞ്ഞു പോവുകയും തിരിച്ച് കാലിയടിച്ച് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കത് ഓൾട്ടർ ചെയ്യാനുള്ള സജഷൻ വയ്ക്കുക. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക, അവിടെ നിന്ന് കളക്ഷൻ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നിന്ന് തിരിച്ചു വരിക. അങ്ങനെ ഒരു സർക്കുലർ അടിച്ചു വരിക. പോയ വഴി തന്നെ തിരിച്ചു വരണം എന്ന് വാശി പിടിക്കേണ്ട. നഷ്ടം സഹിച്ച് KSRTC ഓടരുത്. അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ ഒരു വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുകളിലെ വൈദ്യുതി ചാർജ് അടക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും നമ്മളിനി മുന്നോട്ട് പോകുന്നത്. എല്ലാ ചിലവും കുറയ്ക്കാം. നമുക്ക് ഒരുപാട് അല്ലാതെ വണ്ടി ഓടുന്നതിന് ധാരാളം ചിലവുകൾ. പഴയ വണ്ടികൾ നിങ്ങൾ മനസ്സിലാക്കണം. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ